എബിവിപി ചെങ്ങന്നൂർ നഗരസമിതി പ്രസിഡന്റ് വിശാലിനെ ക്യാമ്പസ് ഫ്രണ്ടുകാർ കൊലപ്പെടുത്തിയ കേസിൽ ഇന്ന് വിധി പറയും. മാവേലിക്കര അഡീഷണൽ സെഷൻ ജഡ്ജ് പൂജ പി ആണ് വിധി പറയുക. 2012 ജൂലൈ 16 ചെങ്ങന്നൂർ കോളേജിൽ ബിരുദ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യാനായി വിദ്യാർത്ഥി സംഘടനകൾ ഒരുക്കിയ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ വിശാലിനെ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ചെങ്ങന്നൂരും പരിസരത്തും നടത്തിയിരുന്ന ലവ് ജിഹാദ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളെ വിശാലും സുഹൃത്തുക്കളും ശക്തമായ എതിർത്തത്തിലുള്ള വൈരാഗ്യത്തിലാണ് വിശാലിനെ കുത്തി കൊലപ്പെടുത്തിയത്. വിശാലിനെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിച്ച 7ഓളം എബിവിപി പ്രവർത്തകരെയും ആക്രമികൾ ഉപദ്രവിച്ചിരുന്നു. കേസിലെ പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഉൾപ്പെടെ 20 പേർക്കെതിരെയാണ് ക്രൈംബ്രാഞ്ച് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. വിശാലിന്റെ കൊലപാതക കേസിലാണ് ഇന്ന് വിധി പറയുന്നത്. എബിവിപി ചെങ്ങന്നൂർ നഗരസമിതി പ്രസിഡന്റാണ് വിശാൽ. ക്യാമ്പസ് ഫ്രണ്ടുകാർ കൊലപ്പെടുത്തിയ കേസിൽ വിശാലിനെയാണ് ക്യാമ്പസ് ഫ്രണ്ടുകാർ കൊലപ്പെടുത്തിയത്. ആ കേസിലാണ് ഇന്ന് വിധി പറയുന്നത്. മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജ് പൂജ പി ആണ് വിശാലിന്റെ കേസിൽ ഇന്ന് വിധി പറയുക. 2012 ജൂലൈ 16 വിശാൽ കൊല്ലപ്പെടുന്നത്. ചെങ്ങന്നൂർ കോളേജിൽ ബിരുദ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യാനായി വിദ്യാർത്ഥി സംഘടനകൾ ഒരുക്കിയ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ വിശാലിനെയാണ് ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ കുത്തി കൊലപ്പെടുത്തിയത്. 2012 സംഭവമാണ്. ഈ ഒരു കൊലപാതക കേസിലാണ് ഇന്ന് വിധി പറയുന്നത്. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ചെങ്ങന്നൂരും പരിസരത്തും നടത്തിയിരുന്ന ലവ് ജിഹാദ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളെ വിശാലും സുഹൃത്തുക്കളും ശക്തമായ എതിർത്തതിലുള്ള വൈരാഗ്യത്തിന്മേലാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയിരിക്കുന്നത്. വിശാലിനെ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. വിശാലിനെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിച്ച 7ഓളം എബിവിപി പ്രവർത്തകരെയും ഇവർ ഉപദ്രവിച്ചിട്ടുണ്ട്. കേസിലെ പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഉൾപ്പെടെ 20 പേർക്കെതിരെയാണ് ക്രൈംബ്രാഞ്ച് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. എന്തായാലും വിശാലിന്റെ കൊലപാതക കേസിൽ ഇന്നാണ് വിധി പറയുന്നത്.